അവയവ കച്ചവടത്തിന് ആളുകളെ കടത്തിയ കേസിൽ അറസ്റ്റുണ്ടാകുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പരിശോധനകൾ നടത്തുമെന്നും SP അറിയിച്ചു. അവയവക്കടത്ത് കേസിൽ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാബിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സഹായിയും സാമ്പത്തിക ഇടപാടുകാരനുമായ സജിത് ശ്യാമിനെ അറസ്റ്റ് ചെയ്തത്. സജിത് ശ്യാം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണെന്നും ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമായെന്നും ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ അത് മെറിറ്റ് ബേസിസിൽ നമ്മൾ ആക്ഷൻ എടുക്കും. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒന്നും പറയാൻ പറ്റിട്ടില്ല. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കുറച്ച് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ടീം ചെയ്യും. ഓൾറെഡി DYSPയുടെ കീഴിൽ ടീമുണ്ട്. വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. 2 ദിവസത്തിലേക്കത്തെ 2 അറസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അറസ്റ്റിൽ സാധ്യത ഉണ്ട്. അതേസമയം കേസിൽ അവയവമാറ്റത്തിന് വിധേയരായവരിൽ നിന്നും ഇതുവരെയും പരാതികൾ ലഭിച്ചിട്ടില്ല. അവയവദാനത്തിന് തെരഞ്ഞെടുക്കുന്നവരെ ഇറാഖിലെത്തിച്ച് ശസ്ത്രക്രിയ നടത്തി 20 ദിവസത്തെ വിശ്രമത്തിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. കേരളം, ബംഗളൂരു, ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇറാഖിലെത്തിച്ച് അവയവമാറ്റം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആവശ്യമെങ്കിൽ ഇവിടെ എത്തിയും അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അമൃത ന്യൂസ്, കൊച്ചി.